ശ്രീ ജോർജ് ജോസഫ്. ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റ പട്ടിക മുഖ്യമന്ത്രി മടക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന പേരുകൾ പരിഗണിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പോലീസ് സേനയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിൽ. എങ്ങനെ പ്രതികരിക്കുന്നു? ഇല്ല, അതിപ്പോ എല്ലായിടത്തും അങ്ങനെയാണ്. ജില്ലാ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അനുസരിച്ചാണ് ഡിവൈഎസ്മാരെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു കവറ്റബിൾ പോസ്റ്റാണ്. ഒരു സബ് ഡിവിഷൻ മുഴുവൻ ഒരു ജില്ലയിലെ 2 or 3 ഡിവൈഎസ്മാരേ ഉള്ളൂ. അത് ഓരോ സബ് ഡിവിഷനാണ്. അതിന് കീഴിലെ പോലീസ് സ്റ്റേഷനിൽ 10, 16, 20 ഒക്കെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും. ഓരോ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായ തീരുമാനം എടുക്കുന്നത് ഡിവൈഎസ്പി ലെവലിൽ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. അവിടുന്ന് താഴോട്ട് ഉത്തരവ് കൊടുത്ത് അതനുസരിച്ച് ആ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ നോക്കുള്ളൂ. കേരളത്തിലെ പൊതുവെ എല്ലാ ജില്ലകളിലും ഈ ഡിവൈഎസ്പിമാരുടെ പോസ്റ്റിംഗ് ജില്ലാ കമ്മിറ്റി പറയുന്നത് അവരനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ആ ജില്ലാ കമ്മിറ്റിക്കാരെ CPM ജില്ലാ കമ്മിറ്റിക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവര് പറയുന്ന പോലെ കാര്യങ്ങൾ ഡിവൈഎസ്പിമാർ ചെയ്യും. അതും പല തിക്ത അനുഭവങ്ങൾ പലർക്കും ഉണ്ട്. അതുകൊണ്ട് ആ മുഖ്യമന്ത്രി മടക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. കാരണം കേരളത്തിലെ രാഷ്ട്രീയപരമായ എടുക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ഓരോ ജില്ലകളിലുള്ള രാഷ്ട്രീയ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കുന്നവരാണ് ഡിവൈഎസ്പിമാര്. അവർക്ക് തീർച്ചയായിട്ടും നീതി നടപ്പാക്കാൻ കഴിയില്ല. രാഷ്ട്രീയ കഴിവുകൊണ്ടുള്ള അങ്ങനെയുള്ളവരെ മാത്രമാണ് അവിടെ കൊണ്ട് ഇരിക്കുന്നത്. അവർ പറയുന്ന കേൾക്കുന്ന ഡിവൈഎസ്പിമാരെയാണ് ഓരോ സ്ഥലത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി മടക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. കാരണം അതിൻ്റെതായ ദൂഷ്യങ്ങൾ കേരളത്തിലെ വളരെയധികം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു SIO ഒരു CA വിചാരിച്ചാൽ ചിലപ്പം ഒരു ബോംബ് സ്ഫോടനത്തിന്റെ ഒരു കേസ് എടുക്കാൻ അവർ റെഡിയാകുമ്പോൾ അത് പാർട്ടിക്കാരെങ്കിലും അതിന്റെ ഇൻവോൾവ് ഉണ്ടെങ്കിൽ ഡിവൈഎസ്പി അത് എടുക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ തീരുമാനം നല്ലൊരു തീരുമാനം തന്നെ മുഖ്യമന്ത്രി എടുത്തു. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കേരളം മുഴുവൻ ഇപ്പോൾ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് പാർട്ടിക്കാർ തന്നെ ഉണ്ടാക്കുകയും പലരും അത് പൊട്ടി മരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ജനങ്ങളെല്ലാവരും രാഷ്ട്രീയ ഭേദം തന്നെ ഇപ്പം പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റി എടുക്കുന്ന ഡിവൈഎസ്പിമാരുടെ ആ ലിസ്റ്റ് അനുസരിച്ചല്ല വേണ്ടത്. ആഭ്യന്തര വകുപ്പും DGPയും കൂടെ തീരുമാനിക്കുന്ന ആൾക്കാരെ, നല്ല ഓഫീസേഴ്സിനെയാണ് ഓരോ ജില്ലകളിലും 2, 3 ഡിവൈഎസ്പിയുടെ പോസ്റ്റിലുള്ള അവരെ പോസ്റ്റ് ചെയ്യാനുള്ളത്. അത് DGP തീരുമാനിക്കട്ടെ. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ ADGPമാരും റേഞ്ച് IGമാരും DIGമാരും ആർക്കെല്ലാം അറിയാം നല്ല ഡിവൈഎസ്പിമാർ ആരാണ്. രാഷ്ട്രീയ ഇല്ലാതെ കാര്യങ്ങൾ നടത്തുന്ന ഡിവൈഎസ്പിമാർ ആരാണെന്ന് ഇവർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ളവരെ പോസ്റ്റ് ചെയ്തിട്ട് ഏതായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ 108 പേരെ ഇതുവരെ പോലീസിൽ ക്രിമിനൽ ബന്ധങ്ങളുള്ളവരും കാര്യക്ഷമതയില്ലാത്തവരെ 108 പേരെ തിരിച്ചുവിട്ടിട്ടുണ്ട്. അത് വലിയൊരു ലിസ്റ്റാണ്. തിരിച്ചുവിടട്ടെ. കാരണം സത്യസന്ധമായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഷെട്ടി കയറി ജോലിച്ചിരിക്കുകയാണ്. അവരെയൊക്കെ പുറത്തു കൊണ്ടുവന്നാലേ നമുക്ക് ജനങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളെ കൈവിട്ടു പോകുന്നതിന് മുമ്പ് നല്ല തീരുമാനം എടുക്കുന്നത് കൊള്ളാം. ഏതായാലും ജില്ലാ കമ്മിറ്റിക്കാർ പറയുന്ന ഡിവൈഎസ്പിമാരെ അല്ല പോസ്റ്റ് ചെയ്യേണ്ടത്. അത് പഴയ കാലത്തെ മാർക്സിസ്റ്റ് ഭരണത്തിന്റെ ഒരു ദൂഷ്യവശമായിരുന്നു. അതിപ്പോഴും തുടരുന്നത് നല്ലതല്ല. ഈ യുഗത്തിലും ഈ ആധുനിക യുഗത്തിലും ഇപ്പോഴത്തെ കാലത്തും ചെയ്യുന്നതല്ല. പാർട്ടിയുടെ അണികൾ ചോർന്നു പോകുന്ന കാഴ്ച അവർ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ജോർജ് ജോസഫ്, CPM ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന പേരുകൾ പരിഗണിക്കാൻ മാത്രമല്ല നിർദ്ദേശം നൽകിയിരിക്കുന്നത്, ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ അഭിപ്രായം കൂടി തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ജനാധിപത്യമായ ഒരു രീതി തന്നെയാണോ? ഒരു ജനാധിപത്യപരമായ ഒരു തീരുമാനമല്ല. നമ്മളിവരെ എലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് എന്തിനാണ്? കാരണം ലോക്കൽ കമ്മിറ്റി, പ്രാദേശിക കമ്മിറ്റികളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയുന്ന ആൾക്കാരെ കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്ത് വിധവും, കാരണം ഈ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടായിട്ട് ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറാകുന്നില്ലല്ലോ. അത് ലോക്കൽ കമ്മിറ്റിയല്ലേ തീരുമാനം ഈ കേസ് എടുക്കണോ ഇല്ലയോ? അതാണോ ഇന്ത്യയുടെ ജുഡീഷ്യറി സിസ്റ്റം? അതല്ല. അങ്ങനെയല്ല നമ്മൾ രാജ്യം ഭരിക്കേണ്ടത്. ഇവരെയൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്ന സത്യസന്ധമായ രീതി ഭരണം നടത്താൻ അതിന് പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥർ. രാഷ്ട്രീയം കളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിലനിൽപ്പില്ല. അവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ ഒന്നെങ്കിൽ പിരിച്ചുവിടണം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നടപടിയെടുക്കണം. അവരെ ഇതുപോലെ കവറ്റുകൾ പോസ്റ്റിലൊന്നും വീഴ്ത്തില്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്.